നിങ്ങളുടെ ബിസിനസ് പ്ലാൻ ചെയ്യുന്നതിന് ഫണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഒപ്പിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിലാദ്യത്തെ മെത്തേഡാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ സ്വന്തം സേവിങ്സ് നിങ്ങളുടെ ബിസിനസ് ഫണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സേവിങ്സ് ബൂട്ട് സ്ട്രാപ്പിങ്ങിൻ്റെ ഒരു ഘടകമാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്സ് വീണ്ടും നമ്മൾ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നാണ് പറയുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോൺ തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് നിങ്ങളുടെ ബിസിനസ് ഐഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സും ജോബ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അവർ ബിസിനസ്സിലേക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഐഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ഓപ്ഷനാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബാങ്ക് ലോൺസ് ആണ്. ബാങ്കുകൾ ബിസിനസ് ലോണുകൾ നൽകുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ലോൺ എടുക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ചില കേസസിൽ നമ്മൾ എന്തെങ്കിലും കൊളാട്രൽ, അതായത് പകരത്തിനായിട്ട് ഒരു കാര്യം വെക്കേണ്ടി വരും. ലാൻഡോ അല്ലെങ്കിൽ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കേണ്ടി വരും. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് മൈക്രോ ഫിനാൻസ്, അതായത് സ്മോളർ ലോൺ ആയിരിക്കും. നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ബേസിക്കലി ഇത് റൂറൽ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള മൈക്രോ ഫിനാൻസ് ആയിട്ടുള്ള ലോൺസ് കിട്ടുക. അപ്പോൾ അതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തേതെന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കീമുകളാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീമുണ്ട്, MSME സ്കീമുണ്ട്, മുദ്ര ലോൺസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ബേസിക്കലി മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് MSMEകൾക്കാണ് അതായത് ഇങ്ങനെ സ്മോൾ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല സ്കീമുകളും ഉണ്ട്. അപ്പം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് സെല്ല് ചെയ്തിട്ട് ഫണ്ട്സ് റേസ് ചെയ്യുന്നതിനെ നമ്മൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ താഴെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ, അതായത് നമുക്ക് ക്യാഷ് ആവശ്യമുണ്ട് നമ്മുടെ ബിസിനസ്സിന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾക്ക് നമ്മുടെ ഷെയർസ് സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ പൊതുവേ ചെറിയ ബിസിനസ്സുകൾ, സ്മോൾ ബിസിനസ്സിനോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർ 50% അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ രീതിയിലോ ആയിരിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ലോങ് ടേം ഗ്രോത്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തരത്തിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരെ നമ്മൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറയും. ഇനി അടുത്തൊരു മെത്തേഡാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി അത്യാവശ്യം ഫണ്ടുള്ള അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾ അവർ സ്റ്റാർട്ടപ്സുകൾക്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ ഒരു കമ്പനിയിൽ ഒരു ഷെയർ എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അതൊരു കൺവേർട്ടിബിൾ ഡെപ്റ്റ് ആയിട്ട്. അതായത് ഒരു ബിസിനസ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ബോറോ ചെയ്യുകയാണ്, ക്യാഷ് വാങ്ങുകയാണ്. പക്ഷേ ഇവിടെ രണ്ട് പാർട്ടീസും ഒരു അഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണ്. ഈ വാങ്ങിയിട്ടുള്ള തുകയുടെ ഫുൾ എമൗണ്ടോ അല്ലെങ്കിൽ ഒരു ഭാഗികമായിട്ടുള്ളൊരു എമൗണ്ടോ ഒരു സെർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് പിന്നീട് നമുക്ക് മാറ്റാം എന്നുള്ളത്, അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു ലോണായിട്ട് അല്ലെങ്കിൽ ഒരു കടമായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് ഈ ഒരു കമ്പനിയിൽ ഗ്രോത്ത് അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ, പൊതുവേ ഇത് ഏർലി സ്റ്റേജിൽ നല്ല ഹൈ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന കമ്പനികളിലാണ് ഇത്തരത്തിൽ കൺവേർട്ടിബിൾ ഡെറ്റൊക്കെ ആയിട്ട് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അടുത്തൊരു ഓപ്ഷനാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു നമ്പർ ഓഫ് ആളുകളുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് റേസ് ചെയ്തിട്ട് നമ്മളൊരു ഫണ്ട് കണ്ടെത്തുന്നതിനെയാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇത് പൊതുവേ കിക്ക് സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഇൻഡിഗോഗോ, ഇന്ത്യൻ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള കിറ്റോ അല്ലെങ്കിൽ വിഷ്ബെറി ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ടാണ് ക്രൗഡ് ഫണ്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതും ഒരു ഓപ്ഷനാണ്. അടുത്തൊരു മെത്തേഡ് ഇൻക്യുബേറ്റേഴ്സും ആക്സിലറേറ്റേഴ്സും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇൻക്യുബേറ്റേഴ്സും ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് പ്രോഗ്രാമാണ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഫണ്ടിങ് മാത്രമല്ല ബിസിനസ്സുകൾക്ക്, പക്ഷേ മെൻറ്റർഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ ഓഫീസ് സ്പേസ്, നെറ്റ്വർക്ക്സിലേക്കുള്ള ആക്സസ്, ഇങ്ങനെയുള്ളത് പലതും പ്രൊവൈഡ് ചെയ്യും. ഇന്ത്യയിൽ ടി ഹബ്ബ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഒയാസിസ്, പിന്നെ ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക് ഇൻക്യുബേറ്റർ, ഇങ്ങനെയുള്ള പല ഇൻക്യുബേറ്റർ ആൻഡ് ആക്സിലറേറ്റേഴ്സ് ഉണ്ട്.
ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഐഡിയയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ഇവർ ഉണ്ടാക്കും എന്നുള്ളതാണ്. അറിയാലോ, ഇൻക്യുബേറ്റർ എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ നമുക്ക് വളരാനുള്ള എല്ലാ ഒരു എക്കോസിസ്റ്റവും ഉണ്ടാക്കി അവർ തരും എന്നുള്ളതാണ്. 9ാമത്തെ ഒരു ഓപ്ഷനാണ് കോർപ്പറേറ്റ് പാർട്ട്ണർഷിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനികളിലുമായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ എന്തെങ്കിലും റിസോഴ്സസ്, മേ ബി ഹ്യൂമൻ റിസോഴ്സസ് ആയിരിക്കാം, അങ്ങനെയുള്ള അവരുടെ റിസോഴ്സസ്, പിന്നെ മാർക്കറ്റ് ആക്സസ്, ഇങ്ങനെയുള്ളതൊക്കെ ഒരു സ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ കൊളാബറേഷന് എക്സ്ചേഞ്ച് ആയിട്ട് അവർ നൽകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് പാർട്ട്ണർഷിപ്സാണ് മറ്റൊരു മാർഗം എന്ന് പറയുന്നത്. അടുത്തൊരു മെത്തേഡാണ് ഗ്രാൻഡ്സ് ആൻഡ് കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് പ്ലാൻ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുമല്ലോ, അതായത് ക്യാഷ് പ്രൈസ് ഓഫർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫണ്ടിങ് ഓഫർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എക്സ്പോഷർ ഓഫർ ചെയ്യുന്ന രീതിയിലുള്ള കോമ്പറ്റീഷൻസ് റൺ ചെയ്യലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ് ഐഡിയ അതിനകത്ത് സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിനുള്ള മെച്ചമുണ്ടാവും. ഇങ്ങനെയുള്ളതാണ് നാസ്കോംസിൻ്റെ 10,000 സ്റ്റാർട്ടപ്സ് പ്രോഗ്രാം, അതുപോലെ എലിവേറ്റ് 100 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ്. നിങ്ങൾ ഓൾറെഡി റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു മെത്തേഡാണ് ഇൻവോയ്സ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മേ ബി ക്രെഡിറ്റിൽ സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽസിൻ്റെ ആ ഇൻവോയ്സസ് നിങ്ങൾക്കൊരു ഫാക്ടറിങ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫാക്ടറിങ് കമ്പനിക്ക് ഇൻവോയ്സസ് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇത്ര പെർസെൻറ്റ്, ആ ഒരു ഇൻവോയ്സിൻ്റെ ഇത്ര പെർസെൻറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. അതാകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ടേംസിനെ പറ്റി സംസാരിക്കുക. അതായത് മേ ബി നിങ്ങൾ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു 30 days ഉള്ളത് 45 days ആക്കി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലോങ്ങറായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലീസിംഗ് ആണ്. എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ മെഷീനറി ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് പകരം ലീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫണ്ട് നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും, ലീസിന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ആണ്. പല യൂണിവേഴ്സിറ്റികളും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ബിസിനസ്സുകൾക്ക് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ ഫണ്ടിങ് കൊടുക്കും, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് വരെ നൽകാറുണ്ട്. അപ്പോൾ ഇതും മറ്റൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ് പ്ലാനാണ്. നമുക്ക് സോളിഡ് ആയിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ വേണം. എന്താണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്നുള്ളത് കാണിക്കുന്നതും, അതുപോലെ മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ്, ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ്, ഫണ്ടിങ് റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെ കാണിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാന് നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് പ്രോപ്പറായിട്ടുള്ള ഒരു ലീഗൽ സ്ട്രക്ചറിലാണ് ഉള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. മാത്രമല്ല നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടെ അവിടെ വരുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഫണ്ട് സ്വീകരിക്കുന്ന സമയത്ത്, ഏത് തരത്തിലുള്ള ഫണ്ട് സ്വീകരിക്കുന്ന സമയത്തും കാര്യമായിട്ട് തന്നെ ഡിലിജൻ്റ് ആയിട്ടിരിക്കുക. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്.